نحمده ونصلي على رسوله الكريم أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا إلى آخر الآية. قال رسول الله صلى الله عليه وسلم يا أيها الناس ألا لا فضل لعربي على عجمي ولا لأحمر على أسود إلا بالتقوى ألا وإن ربكم واحد وإن أباكم واحد رواه أحمد. ഇസ്ലാമിൻ്റെ അഭിവാദ്യ ഘടകവും അഭിസംബോധന വചനവുമായ സലാമിലേക്ക് ഞാൻ കടക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക മൂല്യങ്ങൾക്കും ധർമ്മങ്ങൾക്കുമെതിരെ അഭ്യൂഹങ്ങൾ പറഞ്ഞു പരത്തുന്ന പാശ്ചാത്യ മുറകളെ ഏറ്റുപിടിച്ച് മുന്നോട്ട് വരുന്ന ഇന്നിൻ്റെ കാലത്ത് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന മനുഷ്യാവകാശമെന്ന ദാർശനികമായ കാഴ്ചപ്പാടിൻ്റെ ചരിത്രം ലോകമിന്ന് വിസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേളയിൽ മനുഷ്യാവകാശവും ഇസ്ലാമും എന്ന തലക്കെട്ടിനെ ആസ്പദമാക്കി അല്പം സംവദിക്കാനാണ് വിനീതൻ ആഗ്രഹിക്കുന്നത്. അതിന് നാഥൻ ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാലത്തിൻ്റെ ഗമനത്തിനൊത്ത നിരവധി ചിന്താധാരകളും ആശയാദർശങ്ങളും ഉടലെടുക്കുന്ന നവീന യുഗത്തിൻ്റെ വിരിമാറിലാണ് നാം ഇന്ന് നിലകൊള്ളുന്നത്. ഈ നിലയിൽ പരിഷ്കാരങ്ങളും ഭേദഗതികളും അവയെ കാർന്നു തിന്നുകയെന്നത് സ്വാഭാവികമാണ്. അത്തരത്തിൽ പത്തി വിടർത്തിയ ഒരു ആശയമാണ് മനുഷ്യാവകാശവും. പാശ്ചാത്യ നാൾവഴിയിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഈ അടുത്ത നൂറ്റാണ്ടുകളിലൊന്നും ഇതിന് പ്രേരകമാകുന്ന സംഭവ വികാസങ്ങളൊന്നും തന്നെ അരങ്ങേറിയിട്ടില്ല. ഇത്തരത്തിൽ കാലം മുന്നോട്ട് കടന്ന് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടടുത്തപ്പോൾ നിർജീവമായി കടന്നിരുന്ന ഈ മഹത്തായ ആശയം പാശ്ചാത്യ ചിന്താധാരകളിൽ ഉദയം ചെയ്യുകയും രംഗത്തു വരികയും ചെയ്തതോടെ കോളനിവൽക്കരണവും അടിച്ചമർത്തലുകളും നൽകിയ ദുഷ്പേരിനെ ഇല്ലായ്മ ചെയ്യാനായി ഒരു പരിധിവരെ സാമ്രാജ്യ ശക്തിക്ക് സാധിച്ചുവെന്ന് മാത്രമല്ല, ആഗോളതലത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ 1948 ഡിസംബർ 10 നടന്ന UN-ന്റെ പ്രധാന നേട്ടങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനത്തിനുള്ള പ്രമേയം പാസാക്കുകയും ചെയ്തു. ഓരോ മനുഷ്യൻ്റെയും അഭിപ്രായങ്ങൾക്ക് വില നൽകുക, അവനിഷ്ടമുള്ള സംസ്കാരം തിരഞ്ഞെടുക്കുവാനും ആ രീതിയിൽ ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുക, അവനെ അടിമവൽക്കരിക്കാതിരിക്കുക എന്ന് തുടങ്ങുന്ന ധാരാളം ആശയാംശങ്ങൾ ഇതിൻ്റെ കാതലാണ്. ഈ മൗലിക തത്വത്തെ പറ്റി ആഗോള തലത്തിൽ അവർ ചിന്തിച്ചു തുടങ്ങിയത് 20-ാം നൂറ്റാണ്ടിലാണെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് സത്യദീനിൻ്റെ പ്രഭയുമായി വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചതിൻ്റെ അലയൊളികൾ മാത്രമാണിതെന്ന് നാം ഓർക്കേണ്ടതാണ്. ഹിജറ 9 ഹജ്ജത്തുൽ വിദാഇന്റെ വേളയിൽ അറഫ മൈതാനിയിൽ അവിടുന്ന് പ്രഖ്യാപിച്ചതും ഇതേ പ്രമേയം തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം, തിരുജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ പ്രഖ്യാപനം, ചരിത്ര താളുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ് കുല്ലുക്കും ലിആദം വ ആദമു മിൻ തുറാബ് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും വലൈസ ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ ഇല്ലാ ബിത്തഖ്വ. മനുഷ്യ മഹത്വം ഉയർത്തിപ്പിടിച്ച പ്രഭാഷണമായിരുന്നു അങ്ങ് അറഫ മൈതാനിയിൽ അരങ്ങേറിയത്. അത് തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനവും. ലോക മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളായ HRW, ആംനസ്റ്റി ഇന്റർനാഷണലും ഒക്കെ ജനിക്കുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് ഇസ്ലാം ഇത് അറേബ്യയുടെ മണ്ണിൽ പ്രഖ്യാപിച്ചത്. ഇത് വെറും കടലാസ് തുണ്ടുകളിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നായിരുന്നില്ല, മറിച്ച് കർമ്മരംഗത്തും ഇതിൻ്റെ പ്രതിഫലനങ്ങൾ നിഴലിച്ചു നിന്നു.
അങ്ങനെ മനുഷ്യനെന്ന നിലയിൽ സർവ്വ അവകാശങ്ങളും വകവെച്ച് കൊടുത്ത മതം, തഖ്വയുടെ പേരിലല്ലാതെ ആർക്കും ഒരു സ്ഥാനവുമില്ലെന്ന് പഠിപ്പിച്ച മതം, സർവരും തുല്യരെന്ന് പഠിപ്പിച്ച മതം, അതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അനാവശ്യമായോ അകാരണമായോ ഒരു തുള്ളി രക്തം പോലും ചീന്തരുത് എന്ന മനുഷ്യമൂല്യം ഇസ്ലാം കർശനമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. അന്യായമായി ഒരു ജീവൻ അപഹരിച്ചവൻ മുഴുവൻ മനുഷ്യരാശിയെയും നശിപ്പിച്ചവന് തുല്യനാണെന്ന് ഖുർആൻ പറഞ്ഞു വെക്കുമ്പോൾ അതുപോലെ തന്നെയാണ് അവൻ്റെ അഭിമാനവും. അതിന് തേജോവൃതം വരുത്തൽ ഇസ്ലാം കർശനമായി തന്നെ തടഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ എല്ലാ മനുഷ്യരുടെയും മൗലിക അവകാശങ്ങളെ മാനിക്കാൻ കൽപ്പിക്കുന്ന മാർഗദർശനത്തിൻ്റെ പ്രതിരൂപമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. മനുഷ്യർക്ക് അന്യമായ മൃഗീയ മൂല്യങ്ങൾക്ക് ഉടമകളായ ഒരു പറ്റം ആളുകൾ ചരിത്രകാരന്മാർ ഇരുണ്ട യുഗമെന്ന് വിശേഷിപ്പിച്ച ആ നരാധരുടെ കാലത്ത് പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയിരുന്നു എന്നല്ല. വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ലല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ ഖളീം. ജനിച്ചത് പെൺകുഞ്ഞാണെങ്കിൽ മുഖങ്ങൾ ഇരുണ്ടു പോയി എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച അപമാനിതരായി സ്വന്തം പെൺതരിയെ കുഴിച്ചു മൂടിയിരുന്ന, വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ കാലങ്ങളോളം തമ്മിൽ തല്ലിയിരുന്ന ഒരു ജനതയ്ക്കിടയിലേക്കാണ് മാനവികതയുടെ മാർഗദർശനത്തിൻ്റെ പ്രതിരൂപമായി മനുഷ്യ പ്രഖ്യാപനവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നത്. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന മനുഷ്യാവകാശം പ്രധാനമായും രണ്ടടിസ്ഥാനങ്ങളിലാണ്. ഒന്ന്, സർവർക്കുമിടയിലെ സമത്വം. രണ്ട്, സ്വാതന്ത്ര്യം. എല്ലാ മനുഷ്യരും ഒരൊറ്റ ശരീരത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഖുർആൻ കൽപ്പിക്കുന്നു. ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. സ്ത്രീകൾക്ക് നൽകേണ്ട അവകാശങ്ങൾ നൽകണമെന്നും അവരുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നുമുള്ള ഉയർന്ന അധ്യാപനങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. മനുഷ്യ സ്നേഹവും സാഹോദര്യ സ്നേഹവും അണഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വസാഹോദര്യ വിത്ത് പാകുവാനും ശാന്തിയും സമാധാനവും ഉടലെടുക്കുന്ന നല്ല നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം, പ്രതീക്ഷിക്കാം. നാഥൻ ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.